ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ചിലപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ബിരിയാണിയും അതേപോലെ തന്നെ മന്തിയൊക്കെ കഴിക്കുന്നതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു 1/2 കിലോ ഉള്ളി വേണം, സവാള വേണം. അത് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് അത്യാവശ്യം 1 കിലോ ചിക്കൻ്റെ അളവാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കിനി ഉള്ളി വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആവണ വരെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് വലിയ മെനക്കെടൊന്നും ഇല്ല ചെയ്യാനായിട്ട്, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും ചേർത്ത്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 ചേർത്തിട്ടുള്ളത്. നോർമൽ ആണെങ്കിൽ ഒരു 4 വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കബ്സ മസാലയാണ്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കബ്സ മസാല ഇല്ലെങ്കിൽ മന്തി മസാല വെച്ചിട്ടും ചെയ്താലും വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് മാഗി ക്യൂബാണ്. അപ്പോൾ ഞാനത് 1.5 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഇപ്പോൾ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും ഇത്രയും കൂടി സിമ്പിളാണ് ഇതിൻ്റെ മസാല ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. അപ്പം നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. വെള്ളമൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഒട്ടും വന്നില്ലെങ്കിൽ മാത്രം ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ചിക്കൻ ഈ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ വേവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇത് അത്യാവശ്യം ഒന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് അപ്പോൾ കഴിക്കാനായിട്ട്. നെയ്യ് ചേർക്കുമ്പോൾ ടേസ്റ്റ് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചിക്കൻ. അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളവർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു ക്യാപ്സിക്കം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഒന്ന് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ ക്യാരറ്റും ക്യാപ്സിക്കം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 3-4 മിനിറ്റ് എടുത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേനും ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടും കിട്ടും. അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1.25 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിൽ നിൽക്കേണ്ടത്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഏകദേശം നമ്മുടെ മസാലേൻ്റെ പരിപാടി കുറേയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ. കബാലിയത്ത് എന്ന് പറഞ്ഞ ഒരു സമയത്ത് യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ ആദ്യമായിട്ട് ഫദ്വാസ് കിച്ചണിലാണ് ഞാൻ ഈ റെസിപ്പി കണ്ടിട്ടുള്ളത്. ഞാൻ അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 പിടി മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നാരങ്ങാ നീര്. അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഒരു ചെറിയ സെമി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഒരുപാട് കട്ടിയിലാണ് വേണ്ടതെങ്കിൽ ഇത്രയും കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പം ഞാൻ ചോറിന് ഇച്ചിരി ഒന്ന് ഗ്രേവി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ മസാല നമുക്കിനി അവിടെ മാറ്റി വെക്കാം.
ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് അതിനകത്തോട്ട് 3 ഏലക്ക, അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി നന്നായിട്ട് ഒരു മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് 7 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ 4 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പം 1 കപ്പ് നമ്മൾ ഒഴിവാക്കിയിട്ട് 7 കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ ഒരു മാഗി ക്യൂബും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3/4 ടീസ്പൂൺ കബ്സ മസാല ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള സെല്ല ബസ്മതി റൈസാണ്. അതൊരു 20 മിനിറ്റ് കഴുകിയതിന് ശേഷം കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി കുതിർത്തി വെച്ചിട്ടുള്ള അരിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം 4 കപ്പ് അരി എന്ന് പറയുമ്പോൾ ഏകദേശം 1 കിലോന്റെ അടുത്തുണ്ടാവും. 3/4 കിലോ 1 കിലോന്റെ ഇടയിലാണ് ഉണ്ടാവുക. അപ്പം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് നമ്മൾ സാധാരണ നെയ്ച്ചോറ് ചെയ്യുന്ന പോലെ തന്നെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏകദേശം വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറ് ഒരുപാട് കുഴഞ്ഞു പോയത്, അതുകൊണ്ട് ചെറുതായിട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ചോറൊന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1.5 ടീസ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ മസാല ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചോറിന് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്രയും മതി. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു റൈസിന്റെ വെള്ള കളർ നമുക്ക് കിട്ടൂല. അപ്പം നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഒരുപാട് തീയിൽ വെച്ച് മിക്സ് ചെയ്യരുത്. അപ്പോൾ ചോറ് വേവാതെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോ. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ ചോറ് ഒരു 1/4 ഭാഗം വേവേ ആയിട്ടുള്ളൂ. വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ചോറിൽ ചെറുതായിട്ട് ഇങ്ങനെ കുഴഞ്ഞ പോലെ ഉണ്ടാവുക. ആ സമയത്ത് നമുക്ക് ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോഴേക്കും റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ കുഴഞ്ഞു പോകുകയോ ഒന്നും ചെയ്യില്ല. അപ്പൊ നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ അടച്ചു വെച്ച് അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്ത് വേവിക്കുന്ന സമയത്ത് ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലാത്തവർക്ക് വേണമെങ്കിൽ കനലിട്ട് ദം ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈസിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് കുക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിത് സെർവ് ചെയ്യുന്നത് സാധാരണ പോലെ തന്നെയാണ്. ആദ്യം ചോറ് സെർവ് ചെയ്യുക, അതിന്റെ മേലെയായിട്ട് നമ്മൾ മസാല സെർവ് ചെയ്യും. അപ്പൊ ഞാനിതൊരു ചട്ടിയിലാണ് സെർവ് ചെയ്യുന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടും ഉണ്ടാവും. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.